അവസാന ദിവസങ്ങളിൽ അതുകൊണ്ട് ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. എന്താണ് ഞാൻ സാക്ഷി മനസ്സിലാക്കുന്ന ഭാഷയിൽ കർത്താവ് അപ്പോൾ കർത്താവിനെ ഒരു മുന്തിരിവള്ളി ഒരു മുന്തിരി ചെടിയായിട്ട് കർത്താവ് ഉപയോഗിച്ചു. എൻ്റെ പിതാവാം ദൈവം തോട്ടക്കാരൻ, വളർത്തുന്ന തോട്ടക്കാരൻ ആകും. എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും കർത്താവ് മുന്തിരിവള്ളിയാണെങ്കിൽ ആ മുന്തിരിവള്ളിയിൽ വളരുന്ന കൊമ്പുകളൊക്കെയും കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും അവൻ നീക്കിക്കളയുന്നു. ശിഷ്യന്മാരോട് ചേർന്ന് അനവധി പേര് സഭയോട് ചേർന്ന് വരുന്നുണ്ട്. അപ്പോൾ അതില് കായ്ക്കാത്തവയെ നീക്കിക്കളയും. കായ്ക്കുന്ന കൊമ്പുകളോ ആ കായ്ക്കുന്ന കൊമ്പുകളിൽ എന്തെങ്കിലുമൊക്കെ ആ കൊമ്പിന് വളരുന്നത് എതിരായി വളരുന്ന, ഇപ്പൊ നമ്മൾ നോക്കിയാൽ മാവില് വിത്തിലും മാവിന്റെ ശിഖരം കൂടെ വളരുമ്പോ ദൂരെ അറിയാൻ വയ്യാത്ത ഒരാള് അത് മാവാണെന്ന് വിചാരിക്കും. പക്ഷെ തോട്ടക്കാരനറിയാം അത് മാവല്ല, അതിന്റെ ചെറുപ്പമാണ്. ഇവന്റെ ഈ മെയിൻ തടിയെ വളങ്ങള് ഓടിപ്പോകുമ്പോ നിൽക്കുന്ന ശത്രുവാണ് ഈത്തിള് എന്ന് തോട്ടക്കാരനറിയാം. അതുകൊണ്ട് തോട്ടക്കാരനാണ് ഈത്തിള് മുഴുവൻ വെട്ടി നീറ്റാക്കും. അപ്പൊ അങ്ങനെ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അധികം ഫലം കായ്ക്കേണ്ടതിന്. നമ്മുടെ ജീവിതത്തിൽ നമ്മള് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു, നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. പക്ഷേ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ നമ്മളിൽ കടന്നാല് നമ്മളുടെ ഫലം, അതായത് ഫ്രൂട്ട്സ് ഫലം കുറവായിരിക്കും. എന്നാൽ ഈ ആവശ്യമില്ലാത്ത ആ കാര്യങ്ങളെ വെട്ടിക്കളഞ്ഞാൽ ധാരാളം കായ്കൾ കിട്ടും. അധികം ഭാഗം കായ്ക്കേണ്ടതിന് ആ തോട്ടക്കാരൻ വെട്ടിവെടിപ്പാകുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരായിരുന്നു. അവര് ശുദ്ധിയുള്ളവരായി തീർന്നു. കാരണം ശരിയായിട്ടുള്ള വചനമാണ് അവർക്ക് കൊടുത്തത്, അതവര് സ്വീകരിച്ചു. ശുദ്ധിയുള്ളവരാകുന്നു. നിങ്ങൾ എന്നിൽ വസിപ്പിക്കും, നിങ്ങൾ എന്നിൽ വസിപ്പിക്കുന്ന, നമ്മളോട് ഓരോരുത്തരോടും പറയുന്നത് എന്നിൽ വസിപ്പിന്ന. നമ്മൾ വസിച്ചാൽ ഞാൻ നിങ്ങളിലും വസിക്കും, ഞാൻ നിങ്ങളിലും വസിക്കും. അപ്പോൾ അത് അധികം ഫലം കായ്ക്കാൻ ഇടയാണ്. അതാണ് അത് ചെയ്യുന്നത്. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കാൻ, എനിക്ക് സ്വയമായിട്ടൊന്നും കഴിക്കാൻ കഴിയത്തില്ല. പക്ഷേ മുന്തിരിവള്ളിയിൽ തന്നെ വസിക്കുകയാണെങ്കിൽ ആ മുന്തിരിവള്ളിയുടെ കമ്പിന് നല്ല ഫലം കഴിക്കാൻ കഴിയും. നിങ്ങൾക്ക് കഴിയില്ല. ഞാൻ മുന്തിരിവള്ളിയും ആ ഇല്ലസ്ട്രേഷനില്ലേ, ആ ഉദാഹരണത്തില് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ കർത്താവിൽ വസിച്ചുകൊണ്ട്, നമ്മൾ കർത്താവിൽ വസിക്കുകയാണെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിൽ കൂടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും, ഉത്ഭവിക്കും. ഒരു നല്ല കാര്യം ചെയ്യാനായിട്ട് നമുക്ക് സ്വതവേ കഴിയത്തില്ല. എന്നാൽ നമ്മൾ കർത്താവിൽ വസിക്കുന്നവരാണെങ്കിൽ ചെയ്യും.
എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് കർത്താവിനെ എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകും. ഇവിടെ പറയുന്നത് ഒരു കൊമ്പ് പോലെ കളഞ്ഞിട്ട്. അപ്പോൾ ആ വൃക്ഷത്തിൽ നിന്ന് ഒരു കൊമ്പ് വെട്ടിമാറ്റുക. വെട്ടിമാറ്റിയിരിക്കുകയാണെങ്കിൽ പിന്നെ ഒരു മാവിൽ നിന്ന് ഒരു കമ്പ് താഴെ ഇട്ടു, എന്ത് സംഭവിക്കും? 4 ദിവസം കഴിയുമ്പോൾ നല്ല മുഴുവൻ കരിയിലയാണ്. ആ കരിയില വെന്തു പോകത്തേ ഉള്ളൂ, അതിന് പിന്നെ ഒന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയാം, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ലാത്തതിനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ ഉറങ്ങ തീയിലിടുന്നു, അത് വെന്തു പോകുന്നു. അങ്ങനെ നമ്മളൊക്കെ പുരയിടം വൃത്തിയാക്കാൻ വരുമ്പോൾ എന്ത് ചെയ്യും? അതെല്ലാം കൂടെ കൂട്ടി അവിടെ ഇട്ടിച്ച് ഒരു പേപ്പറിലോട്ട് ഇച്ചിരി തീയും അങ്ങോട്ട് വെക്കും. വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ കത്തിപ്പോകും. അങ്ങനെ കത്തിപ്പോകുമെന്നാണ് ഈ പറയുന്നത്. നമ്മൾ നമ്മുടെ കർത്താവിൽ വസിക്കണം. നമുക്ക് എന്തെങ്കിലും കർത്താവിന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവിൽ വസിക്കുന്നവരാണ്. കർത്താവിനോട് കൂടെ ചേർന്ന് നിങ്ങൾ എന്നിലും, 7-ാം വാക്യം, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവുമാണ്. പിതാവാം ദൈവത്തിൻ്റെ മഹത്വത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫലം കായ്ക്കുന്നവരായി ജീവിക്കാനായിട്ട് കർത്താവിനോട് ചേർന്ന് കർത്താവിൽ വസിച്ചുകൊണ്ട് ഫലം കായ്ക്കുന്നവരായി ജീവിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. വസിച്ചാൽ നിങ്ങൾ എന്നിലും എൻ്റെ വചനത്തിൽ എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അന്ന് ശിഷ്യന്മാരോട് പറയാണ്, അവര് ഫലം കായ്ക്കുന്നു, അതുകൊണ്ട് എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. നിങ്ങൾ ഫ്രൂട്ട്സ് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത് കൊണ്ട് പിതാവാണ് ഞാനും അതുകൊണ്ട് മഹത്വം. പിതാവിനും പുത്രനും മഹത്വം വരുമ്പോൾ നമ്മുടെ ജീവിതം വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാനിടയാകണം. അതിനു വേണ്ടിയിട്ട് നമ്മളെ തന്നെ പ്രമാണിച്ച് അനുസരിക്കുന്നവരായി കർത്താവിന് സ്നേഹം നമ്മൾ ജീവിക്കണം. അതാണ് നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഞാനത് ഈ മെസ്സേജ് കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു ഭാഗം, ഈ മുന്തിരിവള്ളി, പഴയ നിയമത്തിൽ പറഞ്ഞ മുന്തിരിവള്ളി, പുതിയ നിയമത്തിൽ പറഞ്ഞ മുന്തിരിവള്ളി. അപ്പം 2 മുന്തിരിവള്ളി ആണെങ്കിലും പഴയ നിയമത്തിലെ മുന്തിരിവള്ളി, ആ മുന്തിരിവള്ളി അങ്ങനെ തന്നെ വളർന്ന് ഫലം കായ്ക്കാനായിട്ടാണ് അവിടെ കാണുന്നത്. പക്ഷേ കായ്ച്ചത് കാട്ടുമുന്തിരിയാണ്. ഇവിടെ നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്ന മുന്തിരിവള്ളി, ആ മുന്തിരിവള്ളിയെക്കുറിച്ച് പിതാവ് പറഞ്ഞത്, ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ജോസ് ബ്രദർ, ഞങ്ങൾക്ക് അവിടെയൊക്കെ റബ്ബറൊക്കെ ഉള്ളതുകൊണ്ട് ബഡ്ഡിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, കാട്ടൊലിവായ നമ്മളെ എടുത്ത് നാട്ടൊലിവിനോട് ചേർത്തിട്ട്. അപ്പോൾ ഞാൻ പണ്ട് അത് വായിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ അങ്ങനെ ബഡ് ചെയ്തു എന്നുള്ളത് മാത്രമേ നമ്മൾ വായിക്കുന്നുള്ളൂ. പക്ഷേ വേദോസിൽ വളരെ കൃത്യമായിട്ടൊരു കാര്യം എഴുതിയിട്ടുണ്ട്, സ്വാഭാവിക വിരുദ്ധമായിട്ടാണ് ബഡ് ചെയ്തതെന്ന് എഴുതി. അപ്പം വേറെ അന്ന് ചോദിച്ചു, ഈ സ്വാഭാവിക വിരുദ്ധമായി ബഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ കാര്യം? സ്വാഭാവികമായിട്ട് ബഡ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ റബ്ബർ ബഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തായ്തടി, അല്ലെങ്കിൽ ആദ്യം ബഡ് ചെയ്യുന്നതിന് മുമ്പുള്ള തടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് ശക്തിയോടെ വളരുമെന്നുള്ളതല്ലാതെ വേറെ ഗുണമൊന്നുമില്ല. അപ്പം നമ്മൾ ബഡ് ചെയ്യുന്നതിൻ്റെ അതിലാണ് എന്തുണ്ടാവുന്നത്, അതിൻ്റെ മുളയാണ്. അപ്പോൾ സ്വാഭാവികമായ ബഡ്ഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ബഡ് ചെയ്യുന്ന എന്താണോ അതിൻ്റെ ഫലമാണ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ സ്വാഭാവിക വിരുദ്ധമായെന്ന് വേദോസിൽ എഴുതി വെച്ചിരിക്കുന്നത് ആ ഒരു വാക്കിൻ്റെ അർത്ഥം അതാ, തായ്തടിയുടെ ഫലമാണ് വരേണ്ടത്. അപ്പം ആ മുന്തിരിവള്ളി കർത്താവ് പഴയ മുന്തിരിവള്ളി കായ്ച്ചത് എന്തുവാ, മറ്റേ കാട്ടുമുന്തിരിങ്ങ. അപ്പം ഇവിടെ നല്ല മുന്തിരിയായ കർത്താവ് വന്നിട്ട് ഈ കാട്ടുമുന്തിരിയെ അങ്ങോട്ട് ഒട്ടിച്ചപ്പം കായ്ക്കേണ്ടത് ഈ തായ്തടിയുടെ ഫലമാണ്. അപ്പം ആ ഒരു കാര്യമാണ് ഞാനത് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം വന്നിട്ടാണ് കർത്താവ് പറയുന്നത്, എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം കായ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ നല്ല മുന്തിരി കായ്ക്കണമെന്നുണ്ടെങ്കിൽ അവരിൽ വസിച്ചിട്ടല്ലാതെ പറ്റത്തില്ല എന്നുള്ളത് സ്വാഭാവിക വിരുദ്ധമായി ഒട്ടിക്കുന്നതായതുകൊണ്ട് ഇതെല്ലാം അങ്ങ് നല്ല കറക്റ്റായിട്ട് അങ്ങ് മാച്ച് ചെയ്ത് ആ പറയുന്ന കാര്യങ്ങളുടെ ക്ലാരിറ്റിയാണ്. ഞാൻ ബൈബിളിൽ പറയുന്ന കാര്യങ്ങളുടെ എന്തുമാത്രം ക്ലിയറായിട്ടാണ്. ഇപ്പം നമ്മൾ എവിടെ എടുത്താലും ആ ഭാഗം വളരെ ക്ലിയറായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൽ ഇപ്പോൾ ആ മുന്തിരി വായിച്ചപ്പോഴാണ് ഞാനത് പ്രത്യേകം നോട്ട് ചെയ്തത്. അത് നമ്മൾ വായിച്ചിട്ടുള്ള ഭാഗമാണെങ്കിലും ഇതുമായിട്ട് റിലേറ്റഡ് ചെയ്തപ്പോഴത്തേനും അവിടെ എല്ലാം ചെയ്തിട്ടും കായ്ക്കാൻ പറ്റുന്നത് കാട്ടുമുന്തിരിങ്ങയുണ്ട്. പക്ഷേ ഇവിടെ നല്ല ഫലം കായ്ക്കുന്ന മുന്തിരിയോട് നമ്മളെ ഒട്ടിച്ച് ചേർത്ത് ആ ഫലം തായ്തടിയുടെ ഫലം വരാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അന്ന് ജോസഫ് ചോദിച്ചു, അപ്പോൾ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ ബഡിൻ്റെ റോമർ 11:24 സ്വഭാവത്തിന് വിരോധമായി. അപ്പം സ്വഭാവത്തിന് വിരോധമായി എന്നുള്ളതുപോലെ അവിടെയാണ് ബ്രദർ പറഞ്ഞത്, ആ ബഡിൻ്റെ സ്വഭാവം അതിനെ തന്നെ മരിപ്പിക്കണം. അത് അത് അടുത്ത ഭാഗം. ആ ബഡ് നമ്മൾ ഒട്ടിച്ച ബഡിന് ആ ബഡിൻ്റെ സ്വഭാവത്തെ അത് മരിപ്പിച്ചാൽ മാത്രമേ എന്താ പറയുന്നത്, ആ ബഡിൻ്റെ ഫീച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ആ ജനറ്റിക് അതിൻ്റെ സ്വയമായിട്ടുള്ള അത് നിലനിൽക്കുന്നിടത്തോളം ഈ തായ്തടിയുടെ ഇത് വരത്തില്ല. അതിൻ്റെ പവർ അല്ലെങ്കിൽ എന്ന് പറയാം നമുക്ക്, അതിൻ്റെ കഴിവ് അത് നിർത്തുന്നിടത്തോളം തായ്തടിയുടെ ഫലം വരത്തില്ല. അപ്പം സ്വയം മരിക്കുക എന്നുള്ള ആ ഒരു ഭാഗം നമ്മൾ തായ്തടിയുടെ ആ ഫലം നമ്മളിൽ കൂടെ കയറി വരാനായിട്ട് നമ്മളിലുള്ള ആ ഭാഗം നമ്മൾ കുറച്ച് കൊടുക്കണം എന്ന് പറഞ്ഞ്. അപ്പം ആ ഒരു ഭാഗം ആണ് ഞാനിവിടെ എന്നിൽ വയസ്സിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം കായ്ക്കാൻ കഴിയില്ല എന്നുള്ളത്. തായ്തടിയുടെ ഫലം കായ്ക്കുന്നതിനെ കുറിച്ച് ഇന്നിപ്പം ഡാഡി പറഞ്ഞതും അതാണ്, കർത്താവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന കാര്യത്തിലാണ് നമുക്ക് മരിക്കേണ്ടി വരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗമാണ് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തത്. നമ്മളതിനായിട്ട് സഹായിക്കട്ടെ. പിന്നെ ഒരു കാര്യം കൊണ്ടുള്ളത് ബ്രദർ പറഞ്ഞൊരു വിഷയം തന്നെയാണ്. നമ്മൾ സാധാരണ ഈ ബഡിൻ്റെ മുള ഈ ബഡ് ചെയ്യുന്ന സമയത്ത് ബഡിനെ ആക്ച്വലി ഇപ്പം മനുഷ്യ ശരീരത്തിലാണെങ്കിലും ബഡ് ചെയ്ത സാധനത്തിനെ റിജക്റ്റ് ചെയ്യുകയാണല്ലോ. അപ്പം സാധാരണ ബഡ് ആണ് ഏറ്റവും അവസാനം മുളയ്ക്കുന്നത്, ബഡ് ചെയ്തത്. അപ്പം ഈ ബഡ് ചെയ്ത് വരുമ്പോഴത്തേനും അതിൻ്റെ താഴെ നിന്നുള്ള എല്ലാ മുളയൊക്കെ ശക്തിയോടെ വരും. അപ്പോൾ വേറെ ചോദിച്ചത് നമ്മളെന്താ ചെയ്യുന്നത്? ബഡ് വളരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മറ്റേ മുളയെല്ലാം ഒടിച്ച് കളയണം. അതായത് അതിൽ നിന്നുള്ള മുളകളെല്ലാം നമ്മൾ ഒടിച്ച് കളയത്തില്ലേ? അപ്പോൾ ആ ബഡിൽ നിന്ന് തന്നെ വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തു നിന്നുള്ള മുളയെല്ലാം നമ്മൾ ഒടിച്ച് കളയണം. അതും എന്താ, ആ ബഡ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ള നമ്മുടെ ഇതായിട്ട് വരുന്ന മുളകൾ, അപ്പോൾ അത് രണ്ട് ഇതാണെങ്കിലും അതാണ് ഒരു കാര്യം പറഞ്ഞത്. അതാ രാജി പറഞ്ഞത് മുള ഒടിച്ച് കളയുന്ന കാര്യം. അപ്പോൾ അങ്ങനെ വരുന്ന മുളകളൊക്കെ ഒടിക്കുമ്പോഴാണ് ഈ ബഡിൽ നിന്നുള്ള മുള വരുന്നത്, ബഡ് ശക്തമായിട്ട് വളരാനായി. അങ്ങനെയുള്ള രണ്ട് കാര്യമാണ് ഇപ്പോൾ ഈ പ്രാക്ടിക്കലായിട്ടുള്ള ഇതിൽ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ബഡ് തായ്തടിയിൽ നിന്നുള്ള അതിനെ പാസ് ചെയ്ത് വിടുക. ഞങ്ങൾ ഈ കമ്പ്യൂട്ടറൊക്കെ ചെയ്യുമ്പം ഒരു സാധനമുണ്ട്, അതായത് ഒരു ഓപ്ഷനാണ് പാസ് ത്രൂ എന്ന് പറയും. അതായത് ഇപ്പോൾ ഒരു USB ഇവിടെ കണക്ട് ചെയ്തിട്ട് ഇതിനകത്തൊരു വെർച്വൽ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അതിലെ പാസ് ത്രൂ എനേബിൾ ചെയ്താൽ മാത്രമേ വെർച്വൽ മെഷീൻ ഈ USB കാണത്തുള്ളൂ.
അതായത് ഈ മെഷീൻ ഇതിൻ്റെ കഴിവിനെ നള്ളിഫൈ ചെയ്ത് കളയണം. അപ്പോൾ എന്ത് ചെയ്യും? വെർച്വൽ മെഷീൻ ഡയറക്റ്റ് USB കാണും. അതിന് പാസ് ത്രൂ എന്ന് പറയുന്നത്. അപ്പോൾ പാസ് ത്രൂ ഓപ്ഷനിൽ കൂടെ മാത്രമേ, അതായത് ഇരിക്കുന്ന ഹോസ്റ്റ് അത് ഇല്ല എന്ന് പറയുമ്പോൾ മാത്രമേ പുറത്തുള്ള ഡിവൈസിനെ അത് അകത്തേക്ക് വെർച്വൽ മെഷീൻ ഡിറ്റക്ട് ചെയ്തു. ഇത് ഈവൻ സയൻസിൽ പോലും ഇതൊക്കെ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സ്വയം മരിക്കുന്ന കാര്യവും കർത്താവിൻ്റെ ജീവൻ നമ്മളിൽ പുറപ്പെടുന്ന കാര്യവും തമ്മിലുള്ള റിലേഷനാണ്. നമ്മളതിനായിട്ട് സഹായിക്കുക. നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് വരുന്ന ഭാഗം അവിടെയാണല്ലോ നമ്മുടെ ക്രൂസിൻ്റെ കാര്യം. ദൈവം നമ്മളെ സഹായിക്കും. ഓരോ വാക്യങ്ങളും വളരെയധികം അത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് തന്നെ വീണ്ടും ഈ ആഴ്ച അത് കുറച്ചുകൂടെ ലാബറേറ്റായിട്ട് വിശദീകരിക്കുകയായിരുന്നു. കായ്ക്കാത്ത കൊമ്പൊക്കെയും പറയുന്നു, കായ്ക്കുന്നതൊക്കെ അധികം ഫലം കായ്ക്കേണ്ടതിനെ ചുറ്റി വെളിപ്പാക്കുന്നു. നമ്മുടെ പഴയ നിയമത്തിലെ മുന്തിരിയുടെ കാര്യം കണ്ടപ്പോൾ അവിടെ വളമിട്ടു, വേലി കെട്ടി എന്നൊക്കെ കാണുന്നുള്ളൂ. അല്ലാതെ ആ മുന്തിരിയെ എന്തെങ്കിലും ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. ചുറ്റും വളമിട്ട് നമ്മൾ വേലി കെട്ടുന്നത് ആരും പുറത്തുനിന്ന് ആക്രമിക്കാൻ അയക്കുന്നു. പക്ഷെ ഇവിടെ കർത്താവ് ചെയ്യുന്നത് ഈ മുന്തിരിവള്ളിയെ അവനോട് ചേർന്നിരിക്കുന്ന അവനിൽ വസിക്കുന്ന അവനിലുള്ള കൊമ്പുകളെ എന്താ ചെയ്യുന്നത്? ആ മുന്തിരിവള്ളിയിലാണ് യേശു കർത്താവ് എന്ന മുന്തിരിവള്ളിയിലുള്ള കൊമ്പുകളെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ആ കൊമ്പ് കായ്ക്കുന്നില്ലെങ്കിൽ അത് വെട്ടിക്കളയും. കായ്ക്കുന്നതാണെങ്കിൽ അധികം ഫലം കായ്ക്കാൻ അവൻ ശക്തി ഉറപ്പാക്കുന്നു. അത് ആ വചനത്തോട് വളരുന്നു. സത്യത്തിൽ കർത്താവിൻ്റെ വചനമാണ് ഒരു കാര്യം, എന്നെ ചെത്തി വെളിപ്പാക്കുന്ന ഒരു കാര്യം ദൈവത്തിൻ്റെ വചനമാണ്. അത് പറയുന്നത് ദൈവത്തിൻ്റെ വചനം ഒഴിവായിത്തരെയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും ഹൃദയങ്ങളെയും ഹൃദയത്തിൻ്റെ ആ വാക്യം വായിച്ചത്. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഒഴിവായിത്തരെയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറുന്നതും പ്രാണനെയും ആത്മാവിനെയും സർവ്വങ്ങളെയും വരെ തുറച്ചു വരുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അപ്പം ആ വചനത്തെക്കുറിച്ച് ഇന്ന് ദൈവവചനം ശുദ്ധിയാകുകയോ ഈ വചനം നിങ്ങൾക്ക് നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. ഇപ്പൊ ചെത്തി വെളിപ്പാക്കുന്നു എന്ന് പറഞ്ഞു വചനം ഞാൻ സംസാരിച്ച വചനം ശുദ്ധിയുള്ളതാണ്. അതായത് കണക്ഷനിൽ അത് പറയായിരുന്നു. അവിടെ ശരിക്കും ആ വചനമാണ് നമ്മളെ ശോധനയിലൂടെ കടത്തി വിടുമ്പം നമുക്ക് മുറിവുണ്ടാവും. അപ്പോൾ അത് ആലോചിക്കുന്നവർക്ക്, പക്ഷെ അതും എൻ്റെ ഹൃദയത്തിലോട്ട് ഇത് എന്തുകൊണ്ടാണെന്ന് അറിയണമെങ്കിൽ ഒരു വചനം കേൾക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്കറിയാനൊക്കത്തുള്ളൂ. ആ വചനം എന്നോട് സംസാരിക്കുമ്പോൾ ഇതാണ് എൻ്റെ കുഴപ്പം, ഇതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പം ആ വചനം എൻ്റെ മൂർച്ചയേറിയത് ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതായതുകൊണ്ട് നന്നായിട്ട് ചെത്തി വെളിപ്പാക്കാൻ അതുകൊണ്ട് മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സത്യവഞ്ചകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചിരുന്നു. വേറെ ഏത് കാര്യത്തിനാണ് ഇങ്ങനെ തുളച്ചിയെല്ലാം നോക്കുന്നത്? എക്സ്റേക്ക് ഒക്കത്തില്ല, സ്കാനിങ്ങിന് ഒക്കത്തില്ല, ഇതൊന്നും ഈ കാര്യം ചെയ്യത്തില്ല. പക്ഷേ കർത്താവിൻ്റെ വചനം അത് ഈ കാര്യം ചെയ്തിട്ട് എന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും മറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചു തരികയും അവിടെ ചെത്തി വെളിപ്പാക്കി നല്ലൊരു ഓപ്പറേഷൻ തന്നില്ല. അപ്പോൾ അവിടെ ചെത്തി വെളിപ്പാക്കുന്ന ഒരു കാര്യം അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാനിപ്പോൾ സംസാരിച്ച വചനം നിമിത്തം ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. ഈ ഇൻഫോർമേഷനായിട്ട് ഞാൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഞാൻ നിങ്ങളിലും വസിക്കുന്നു. ഈ വസിക്കുന്നതിനെ കുറിച്ച് വ്യവസായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഫീൽ അറ്റ് ഹോം. കർത്താവിനെ എന്നെ വസിക്കുമ്പോൾ കർത്താവിൻ്റെ ഭവനത്തിൽ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ വസിക്കുന്ന ഒരു അനുഭവം തന്നെ ഉണ്ടാകണം എനിക്ക്. എൻ്റെ ഉള്ളിൽ കർത്താവ് വസിക്കുമ്പോൾ
അങ്ങനെ അങ്ങനെ ഒരു ജീവിതം, അങ്ങനെ ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ അവനിൽ വസിച്ച് ഞാൻ കർത്താവിൻ്റെ വചനം അനുസരിച്ച് കർത്താവ് പറയുന്ന ഓരോ വചനത്തിലും ഞാൻ എന്നെ തന്നെ വിജയപ്പെടുത്തി കൊടുക്കുമ്പോൾ മാത്രമേ എനിക്ക് ശുദ്ധിയുള്ളവരാകാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ ഇസ്രയേലിൽ തിരുവള്ളി നട്ടു, വളമിട്ടു, വേലി കെട്ടി, വെള്ളം കോരി, ഇതെല്ലാം ചെയ്ത് അവസാനം വന്നപ്പോൾ കായ്ച്ചതോ ഒരിക്കലും കാട്ടുമുന്തിരി കായ്ക്കുന്നതിന് കൊമ്പായിരിക്കാൻ എനിക്കറിയാമല്ലേ. ആ റോബർട്ട് ഇഴയാണ്ട് പറഞ്ഞ് ആ മരം വൃക്ഷം നിന്നെ വലിക്കുന്നെങ്കിൽ നിനക്ക് എന്താ പോകുന്നത്? ഒരു മരത്തിന്റെ ഫലപ്രദം അതിന്റെ 17 വാക്യം. കൊമ്പുകളിൽ ചിലരെ ഒളിച്ചിട്ട് കാട്ടൊരുവായ നിന്നെ അവരുടെ ഇടയിൽ ഒട്ടിച്ചു വന്നു. ഒരു മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നുവെങ്കിലോ, ഈ നല്ല മുന്തിരിയുടെ വേരിനെ ഞാൻ എന്നെ കർത്താവ് പങ്കാളിയായി തീർത്തു. അങ്ങനെയാണെങ്കിൽ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കുന്നുണ്ടെങ്കിൽ വേരിനെ അല്ല, വേറെ നിന്നെ അത്ര ചുമട്ടുന്നതാണ്. അതുകൊണ്ട് വേര് എന്നെയാണ്, എൻ്റെ കർത്താവാണ് എൻ്റെ വേര്. അതിനെയാണ് ചുമക്കുന്നത്. എന്നിൽ നിന്ന് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു നല്ല ഫലം വന്നാൽ അതിൻ്റെ പ്രശംസ ഒന്നും ആ വേരിനെ കൊടുത്തുകൊണ്ട് അത് കർത്താവെ നിന്നോട് ചേർന്ന് നിൽക്കുന്ന, എന്നിൽ വസിക്കുന്ന, ചേർന്ന് നിൽക്കുന്ന, വെറുതെ പശു വെച്ച് ഒട്ടിച്ചാലൊന്നും ഫലം ഉണ്ടാകത്തില്ല. അപ്പം കർത്താവിൽ വസിക്കുന്ന, ഒരുപടിയിൽ വസിക്കുന്ന ഒരു കൊമ്പായിട്ട് എന്നും നിലനിൽപ്പാനും അങ്ങനെ നിലനിൽക്കാനും ഫലം കായ്ക്കാനും കർത്താവിന് ഒരിക്കലും ഒരു നിരാശ ഉണ്ടാകാൻ ഇടയാകാതെ അധികം ഫലം കായ്ക്കുന്ന, അത് കർത്താവ് പറഞ്ഞാൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഫലം എന്നിലൂടെ വരണം. അല്ലെങ്കിൽ ഒത്തിരി ഫലമൊക്കെ അല്ലാതെ കായ്ക്കാൻ പറഞ്ഞാൽ ആത്മാവിൻ്റെ ഫലമൊന്നും നോക്കി പലത് കാണിച്ചാൽ അതൊക്കെ കാട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവേ അതല്ല, ശരിക്കും ആത്മാവിൻ്റെ ഫലങ്ങളെതിരെ പറയുന്ന ആ ജീവിതത്തിൻ്റെ ഫലങ്ങൾ എന്നിലൂടെ ഉണ്ടാകുവാനും കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ നിർത്തുവാനും കർത്താവെ അത് അങ്ങനെ നല്ല ഫലം കായ്ക്കുന്നവളായിട്ട് അവിടെ 16 വാക്യത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കാതെ നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അതേ സംബന്ധിച്ചാണ് അടുത്ത് പറയുന്നത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവന് നിങ്ങൾക്ക് തരുമെന്നായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതോ അപേക്ഷിക്കുന്നതോ എന്തായിരിക്കും? നല്ല ഫലം കായ്ക്കാം, നീ ആഗ്രഹിക്കുന്ന ഫലം കായ്ക്കാൻ തക്കോണം എന്നെ നിറയ്ക്കണേ എന്ന് പറയും. പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തണേ കർത്താവെ എന്നായിരിക്കും ആ നിലനിന്ന് ഫലം കായ്ക്കാനുള്ള അപേക്ഷ പിതാവ് തന്നെ മഹത്വപ്പെടേണ്ടതിന് പിതാവ് അപേക്ഷ നമുക്ക് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവെ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് കർത്താവിന് നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ വേറെ എവിടെയോ ഉണ്ട്, കിട്ടിയതോ കർത്തൻ വെള്ളിയായിരുന്നു എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ഞാൻ ഓർക്കുന്നില്ല. ഒരു കർത്താനാണോ ഇസ്രായേലിനെ കുറിച്ച് തന്നെ പറയുന്നത്. മീനിട്ട് ഉരുകി പുറത്ത് വന്നപ്പോൾ അത് കർത്തൻ വെള്ളി, കർത്തര്യം ആയിരുന്നു എന്ന് പറഞ്ഞ് ഒരു വാക്യമുണ്ട്. ഇസ്രായേലി കാട്ടുമുന്തിരിങ്ങ എന്ന് പറയുന്ന പോലെ തന്നെ വേറൊരു കാര്യമാണത്. അത് ഇതൊന്നും ഉണ്ടാക്കാൻ കൊള്ളുന്നതല്ല, ഉൾപ്പെടി ആഭരണമൊന്നും ഉണ്ടാക്കാൻ കൊള്ളുന്നതല്ല ഈ കർത്തൻ വെള്ളി. അപ്പം കർത്താവ് ശോധനയിലൂടെ കടത്തിവിടുമ്പോൾ, തീയിലൂടെ കടത്തിവിട്ട് പുറത്ത് വരുമ്പോൾ ഞാൻ വെറും പരാതി ദൂഷണമോ ഒക്കെ കൊണ്ടിരിക്കുകയാണെങ്കിൽ കർത്താവിന് കിട്ടുന്ന ഫലം കർത്തൻ വെള്ളിയായിരിക്കും. അതുകൊണ്ട് കർത്താവിനനുസരിച്ച് കർത്താവ് ഒരുക്കുന്ന സാഹചര്യങ്ങളിൽ എപ്പോഴും കർത്താവിൻ്റെ വരുന്ന ഞാൻ തന്നെ സമർപ്പിക്കുന്നു. ഞാൻ ഒരു 8 പ്രാവശ്യത്തെ വൈഷ്ണവ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നമ്മളിലൂടെ ജീവജലം ഒരു കാര്യത്തെക്കുറിച്ച് കാര്യത്തിലങ്ങനെയൊന്നുമല്ല, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു കാര്യം പറഞ്ഞാൽ എന്നിൽ നമ്മളിലൂടെ ജീവജല നദി ഒഴുകുന്നത് എങ്ങനെയാണ് മറ്റുള്ളവരെ അനുഗ്രഹിക്കാനായിട്ട്. അതിന് സങ്കീർത്തനം 66
10 മുതൽ 12 വരെ 12ാമത്തെ വാക്ക് സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയുന്ന ആ സമൃദ്ധി എന്നുള്ള വാക്ക് നിറഞ്ഞ് എൻ്റെ പാനപാത്രം നിറഞ്ഞ് അറിയിക്കുന്നു. അത് എബ്രായ ഭാഷയിൽ റവായ എന്നുള്ള വാക്ക് വീണ്ടും ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെയാണ്. എന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് ഈ 60ാം സംഘത്തിൽ പറയുന്നു. അപ്പോൾ ആ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എൻ്റെ പാനപാത്രം നിറഞ്ഞു കഴിയുന്ന ഒരവസ്ഥയിലേക്ക് കർത്താവിനെ കൊണ്ടുവന്നിരിക്കുന്നു സംഘക്കാരൻ പറയുമ്പോൾ അങ്ങനെ കൊണ്ടുവരുന്നതിന് മുമ്പ് കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യുന്നതാണ് പറയുന്നതെന്ന് വേറെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് എന്നെ വലയിലാക്കി എൻ്റെ മുതുകത്തുകൂടെ ആളുകളെ തലയിൽ കൂടി കയറി കൊടുക്കുവാറാക്കി വെള്ളത്തിലും കൂടെ എന്നെ കടത്തി. ഇതെല്ലാത്തിനു ശേഷമാണ് എൻ്റെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിലൂടെ ഈ യുവജനത്തിന് നിറഞ്ഞു കവിഞ്ഞിടണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെയൊക്കെ കർത്താവിനെ കടത്തി വിടുമ്പോൾ അവിടെ ഞാൻ അംഗീകരിച്ച് സ്വീകരിച്ച് കർത്താവിൻ്റെ കർത്താവ് ചേച്ചി ഉടിപ്പാക്കുമ്പോഴും വചനം വെച്ച് എന്നെ ശുദ്ധീകരിക്കുമ്പോഴും ഞാൻ വളരെയധികം എനിക്ക് നല്ല ഫലം കാണിച്ച് കർത്താവിൻ്റെ നാമം മക്കപ്പെടാൻ അനുഗ്രഹിക്കപ്പെടുവാൻ പറഞ്ഞ പോലെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വാഴുവാനും ഇടയായിട്ട് കർത്താവെ അതിനായിട്ട് എന്നെ സഹായിക്കുന്നു. രണ്ടാമത്തെ വാക്യത്തിൽ കായ്ക്കൽ അധികം ഫലം കായ്ക്കാതെ ഒഴിവാക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ആ സമയത്ത് പറഞ്ഞ പരിശുദ്ധാത്മാവിനെ നമ്മൾ പറഞ്ഞ് അധികം ഫലം കായ്ക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം, അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുമ്പോൾ ദൈവം അനുവദിച്ചിട്ടുണ്ടാകുന്ന ആ കാര്യം ഞാനവിടെ അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് വന്നിട്ട് അവിടെ ഉണ്ടാക്കുന്ന ഒരു ഹൃദയത്തിലുണ്ടാക്കുന്ന മുറിവിൻ്റെ കെട്ടൽ ആശ്വസിക്കുന്ന കാര്യങ്ങൾ ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെപ്പറ്റി പറഞ്ഞ കാര്യം ആ കാര്യം തന്നെ കഴിഞ്ഞ ആഴ്ച പ്രകാരം ഈ ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അതിപ്പോഴേ അപ്പം കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ബന്ധമായിരുന്നു പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുന്നു. അങ്ങനെ ഞാൻ നിറയപ്പെടുവാണെങ്കിൽ എനിക്ക് ഫലം അധികം കായ്ക്കാൻ കഴിയും, ഉളവാക്കുവാൻ കഴിയും. അപ്പം അവനിൽ വസിക്കുകയും ഞാനവനിൽ വസിച്ചു കഴിഞ്ഞാൽ കർത്താവിനും വസിക്കും. കർത്താവിൻ്റെ ഒരു പ്രോമിസാണ്. അപ്പം എൻ്റെ ജീവിതത്തിലും ദൈവം വസിക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ ആത്മാവിലാണ് എന്നുള്ള കാര്യം എപ്പോഴും ആത്മാവിൽ തന്നെ വസിക്കുവാനായിട്ട് ഞാൻ എൻ്റെ സോളിൽ ജീവിക്കാതെ എൻ്റെ സ്വയത്തിൽ ജീവിക്കാതെ എപ്പോഴും ദൈവം എനിക്ക് തന്നിട്ടുള്ള ആത്മാവിൽ തന്നെ കർത്താവ് എൻ്റെ കൂടെ വസിക്കും. എനിക്ക് അവിടെ എല്ലാം കർത്താവിൻ്റെ ഫലമുള്ളതാക്കാനായിട്ട് കഴിയും എന്നുള്ള കാര്യം അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് ആത്മാവിൻ്റെ ബന്ധത്തിൽ ആയിരിക്കുകയാണ് കർത്താവ്. അതിനായിട്ടാണ് കർത്താവ് വിളിച്ചത്. എപ്പോഴും മെസ്സേജ് പറയുന്നതിനകത്തത് അവരുടെ ഹൃദയത്തിൽ ഒരു ഭാരയിലാണ്. നമ്മളെപ്പോഴും ആത്മാവിൻ്റെ ബന്ധത്തിലായിരിക്കുന്നത്, സോളിഷായിരിക്കുന്നത്, ദേഹിയിലായിരിക്കുന്നത്, സ്വയത്തിലായിരിക്കുന്നത്. അപ്പോൾ ആ ആത്മാവിൻ്റെ തലത്തിൽ ഒരിക്കലും ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായൊരു കാര്യം വരത്തില്ല. ആ വചനത്തിൽ എന്നിൽ വസിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇത് പലപ്പോഴും പറഞ്ഞു കേട്ടു വചനം അനുസരിക്കുക. അങ്ങനെ വചനം അനുസരിക്കുമ്പോൾ കർത്താവ് വസിക്കുന്നൊരർത്ഥമാണ്. അങ്ങനെ വരുമ്പോൾ ദൈവം കർത്താവ് വസിക്കുകയും എനിക്ക് കൂടുതൽ ഫലം ഉളവാക്കാൻ കഴിയുകയും ചെയ്യും. പലപ്പോഴും എൻ്റെ സ്വയശക്തി ഒത്തിരി കാര്യങ്ങൾ ആത്മാവിൽ വരണമെന്നും ആത്മാവിൻ്റെ ഫലം ഉളവാകണമെന്നും ആഗ്രഹം പരിധിവരെ കഴിയത്തുള്ളൂ. എന്നാൽ ആ സ്വയജീവൻ അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. ആ സ്വയജീവനിൽ നിന്ന് ആ
തിരശ്ശീല കിടമാറുന്ന തിരശ്ശീല കടന്ന് ആത്മാവിൻ്റെ ആ കൽവിൽ ജീവിക്കുക, അത് തിയററ്റിക്കലി എല്ലാം അറിയാവുന്ന ഓരോ സമയവും ആ സ്വയത്തിൻ്റെ ഇഷ്ടം, ആ ജഡത്തിൻ്റെ ശക്തി ഒത്തിരി ഉള്ളതായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണാൻ ദിവസങ്ങളിലൊക്കെ ആത്മാവിൻ്റെ ജീവിതത്തിൽ നയിക്കാനായിട്ട് കർത്താവിൻ്റെ ഒരു ആഗ്രഹം ആത്മാവിൽ ജീവിക്കുക എന്നുള്ളതായിരുന്നു. ഈ ദിവസവും 2 ദിവസവും ഞാൻ കേട്ടു. അപ്പം ആ എൻ്റെ ഈ ദിവസം കർത്താവിൻ്റെ ആഗ്രഹം മുഴുവൻ അതെനിക്ക് വേണ്ടി മരിച്ചത് മുഴുവൻ ഞാൻ ആത്മാവിൽ ജീവിക്കാനും അവരോട് ചേർന്ന് ആ മുന്നോട്ട് ചേർന്ന് ഒത്തി ജീവിക്കുന്ന അവൻ്റെ അപായം ചെയ്യുന്ന ഒരു ജീവിതം അതിനായിട്ടാണ് ഞാൻ എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ യാതൊരു കുറികളും അസ്വസ്ഥതയും ഒന്നുമില്ലാതെ എന്നാൽ ആ ഒരു ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം അതനുഭവിക്കാനും ആത്മാവിൻ്റെ നില എൻ്റെ ജീവിതത്തിൽ നിന്ന് ഉളവാകുവാനായിട്ടും ഞാൻ ഇന്നത്തെ സമയത്ത് ഇവിടെ എല്ലാവരും പറഞ്ഞപ്പം വചനത്തിൻ്റെ ഓരോ സമയത്തും കേൾക്കുവാനും ഓരോ സമയത്തും ആ വചനത്തിൻ്റെ ശബ്ദം കേൾക്കുവാനും ഓരോ പരീക്ഷയുടെ സമയത്തും പോരാട്ടത്തിൻ്റെ സമയത്തും അധികമായിട്ട് ആ ശബ്ദം കേട്ട് അതിനനുസരിച്ച് ഇതേപ്പെട്ട് പോകാനായിട്ട് ഞാൻ നിങ്ങളെ സമർപ്പിക്കുന്നു. 119 സങ്കീർത്തനത്തിനകത്ത് ആദ്യം തന്നെ നടക്കുന്ന നിർമ്മലമാക്കുന്നതായിരുന്നു വചനപ്രകാരം നടപ്പിൽ നിർമ്മലമാക്കുന്നത് എങ്ങനെ നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനായിട്ട് 9-ാമത്തെ എന്നെ നിർമ്മലമാക്കാൻ പറ്റുന്ന സൂക്ഷിക്കാൻ പറ്റുന്നത് വചനം ജനങ്ങളുടെ പരിശുദ്ധാത്മാവും എല്ലാം തക്ക സമയത്ത് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ട് അവൻ ആഗ്രഹിക്കുന്ന ജീവിത രീതിയിലായി തീരുവാനായിട്ട് അവനാഗ്രഹിക്കുന്ന അവൻ കൊടുത്ത വിലയ്ക്ക് പകരമായിട്ട് ആ കൊടുത്ത വിലയ്ക്ക് ഒരു തിരിച്ചൊരു ജീവിതം അതിനായിട്ട് ജീവിക്കാനും സ്നേഹിക്കുവാനും നന്ദി പറയുന്നു. കർത്താവ് എന്നെ ചേർത്ത് വെച്ചിരിക്കുന്നതിനെക്കാട്ടുമായിട്ടുള്ള എന്നെ ചേർത്ത് വെച്ചിരിക്കുന്നു. കർത്താവ് അവൻ്റെ വചനപ്രകാരം ആ ചെക്ക് വെളിപ്പാക്കേണ്ട സമയത്ത് അതിന് ഞാൻ വിധേയപ്പെട്ടു കൊടുക്കുവാനായിട്ട് ദൈവം എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിൽ നിന്ന് ആ വേദന സഹിക്കുവാനും അതിനോട് ചേർന്ന് നിൽക്കാനും അതിനു വേണ്ടി പ്രയത്നിക്കാനും അതിനും അനുസരിച്ച് ജീവിക്കാനും ദൈവം എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ ചെറുക്കല്ലാതെ ബലപ്പെട്ടിട്ടല്ലാതെ എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ സമ്മതിക്കുകയും ചെയ്യുന്നു. അതിനായിട്ട് whatever is not needed, the Lord will take away. But whatever is needed, the Lord will look another. And Sunday get a decision and after the Lord, the Holy Spirit's fire will help burn away all that is not needed in my life, myself, my pride, and whatever the Lord wants to do, the Lord will help to bear fruit. Fruit verse 16 of the title, the fruit that will remain. The Holy Spirit is saying the work will remain. The work that we create in our own self will not be able to be cut off in the day. And I want to submit myself, Lord. Help me to devote myself and put myself in the order that you me and have your way. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോടും ദൈവം ഇന്ന് കേട്ടതുപോലത്തെ പല കാര്യങ്ങൾ ദൈവം എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ ഞാൻ ജോജി ബ്രദറിൻ്റെ ഒരു പ്രസംഗം കേട്ടപ്പോൾ ബ്രദർ ഇങ്ങനെ നമ്മുടെ ലക്ഷ്യം കർത്താവായിരിക്കണമെന്ന് പറയുന്ന ഒരു കാര്യം ഇതിനകത്ത്
നമ്മൾ പലപ്പോഴും നമ്മളെ കമ്പയർ ചെയ്യുന്ന നമ്മളായിട്ട് തന്നെ അങ്ങ് കമ്പയർ ചെയ്ത് അങ്ങ് തൃപ്തിപ്പെട്ട് അങ്ങനെ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തു, ഇനിയിപ്പം ഒന്നുമില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു ലവോദിക്കയിലെ സഭയോട് സംസാരിക്കുന്ന അതിനെക്കുറിച്ച് നമ്മൾ കേട്ടപ്പം ശരിക്കും ആ ഒരു തൃപ്തിപ്പെട്ട ഒരവസ്ഥ. എനിക്ക് തന്നെ പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്, അതൊക്കെ മതി. പക്ഷേ അങ്ങനെ അവിടെയാണ് ശരിക്കും നമ്മൾ ഇന്ന് ബിനു ബ്രദർ പറഞ്ഞപ്പോഴും എന്നിൽ ഞാൻ തന്നെ ചെയ്യുന്നതെല്ലാം അത് വൈൽഡ് ഒലിവ്, അതായത് അത് കാട്ടൊലിവാണ്. കാട്ടൊലിവിൻ്റെ ആ ഒരു ഫലങ്ങൾ അപ്പം ശരിക്കും പലപ്പോഴും മുമ്പേ ഒരു ഐസയിലായിരുന്നു, അതായത് ഈ കുറ്റങ്ങളോ അപ്പം അതിനകത്ത് പല കുറ്റങ്ങളും ചുറ്റുമുള്ളവരെ കുറിച്ച്, മക്കളിങ്ങനെ, ഹസ്ബൻഡ് ഇങ്ങനെ, ഇൻലോസ് ഇങ്ങനെ, അങ്ങനെ നമുക്ക് പല കാര്യങ്ങളും ജോലി സ്ഥലത്ത് അവരിങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്നോട് ശരിക്കും സംസാരിച്ചത്, നിൻ്റെ കാര്യം എങ്ങനെയാ, നീ എങ്ങനെയാ, ഞാൻ നിന്നെ വലിയ കാര്യത്തെ വിളിച്ച് കൊണ്ടുവന്ന എൻ്റെ ആ ഒരു സ്വരൂപത്തിലേക്ക് ആക്കാനായിട്ട് ഞാൻ വിളിച്ചു. അപ്പം അതിലേക്ക് വല്ലതും ആയിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൈവം എന്നോട് സംസാരിച്ച ആ ഒരു കാര്യമാണ്. ഞാൻ പല കാര്യങ്ങളും ആസ് എ വൈഫ് ഐ മേ ബി ഡൂയിങ്, എന്നിട്ട് വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്തതെന്ന്. പക്ഷേ ശരിക്കും കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ആയിട്ടുണ്ടോ? എന്നെ അല്ലാതെ ഞാൻ ചിന്തിക്കുന്ന പല കാര്യങ്ങൾ ചെയ്തു, അതിൽ തൃപ്തിപ്പെട്ടിരുന്നു, അങ്ങനെയല്ല. മറിച്ച് കർത്താവ് സ്നേഹിക്കുന്നത് പോലെ, കർത്താവ് എന്നെ സ്നേഹിച്ചതുപോലെ അതേപോലെ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു കാര്യങ്ങൾ അങ്ങനെ ഒരു 0 ലെവലിൽ എത്തുമ്പം അവിടെ ശരിക്കും ഇന്ന് ഞാൻ ജോൺ ചാപ്റ്റർ 1 അതിനകത്ത് ഇൻ ഹിം വാസ് ലൈറ്റ്, ഒരു ശരിക്കും ഇൻ ഹിം വാസ്, പിന്നെ അതുപോലെ ലൈഫ്, പിന്നെ വേറെ ലൈറ്റ് എന്ന് പറഞ്ഞ് ഡാർക്ക്നെസ് ഡിഡ് നോട്ട് കോംപ്രിഹെൻഡ് ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതെ. അപ്പം കർത്താവ് ഒരു കർത്താവിൻ്റെ in him was life and the life was light of men, the light shines in the darkness. അപ്പം ഞാനത് എല്ലാം കൂടി ഇക്വേറ്റ് ചെയ്ത് കർത്താവിലാണ് ശരിക്കും ആ ഒരു ലൈഫാണെങ്കിലും ലൈറ്റ് ആണെങ്കിലും എല്ലാം ഉള്ളത്. ബാക്കിയെല്ലാം നമ്മൾ സ്വയമായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും അതെല്ലാം ശരിക്കും ഡാർക്ക്നെസ് മാത്രമാണ്. കർത്താവിൻ്റെ ഏഴലത്ത് പോലും നമ്മൾ എത്തിയിട്ടില്ല. അത് മനസ്സിലാക്കുമ്പം കർത്താവിൽ അബൈഡ് ചെയ്യാനായിട്ട് നമുക്കും ആഗ്രഹം വരും. നമ്മുടെ പല കാര്യങ്ങളും അതെല്ലാം ചപ്പും ചവറുവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ ഒരു ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുമ്പം കർത്താവ് നമ്മളെ കേട്ടതുപോലെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യും. അങ്ങനെ കർത്താവിനായിട്ട് ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ഒരു ലൈഫ് ഞാൻ കൺസിഡർ ചെയ്തത് കുറച്ച് മന്ത്സായിട്ട് കൺസിഡർ ചെയ്തത് 2 Corinthians chapter 4 verse 12 so that works in us but life in you, 2 Corinthians 4:12. And brother Zach അത് ബ്യൂട്ടിഫുൾ ആയിട്ട് verse 5 verse 6 explain ചെയ്തിട്ടുണ്ട്. every time നമ്മൾ we choose to die, നമ്മുടെ ലൈഫ് നമ്മൾ when we choose to die and when we are willing to lay ourselves on the altar, then life is seen in our family, in our people around us. Paul currently saying this, so that works in us but life in you. And ആ ഒരു കോൺടെക്സ്റ്റ് ഞാൻ ഹിബ്രൂസിലെ വേഴ്സ് 5 verse 30 ജീസസിനെ പറ്റി ആ ഒരു 1 full chapter how Jesus is above the angels എന്ന് പറഞ്ഞൊരു ഫസ്റ്റ് ചാപ്റ്റർ ഫുൾ അതാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷേ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ബിഗിനിങ് തന്നെ വായിക്കുന്നത് ബട്ട് ഹി ചോസ് ടു മേക്ക് ഹിംസെൽഫ് below the angels for a time. And ഞാൻ ശരി ജീസസിൻ്റെ ആറ്റിറ്റ്യൂഡ് അവിടെ നോക്കുന്നത്, why did he have to do it? When Jesus was above angels in every aspect, he chose to be below the angels for my sake. And another he just said that the sacrifices that he bore was so that he will have salvation. And Jesus' attitude was he will choose to die so that there is life in us. And that is the spirit of Christ. And അതിൻ്റെ ഏറ്റവും അതിൻ്റെ ഡയറക്റ്റ് കോൺട്രാസ്റ്റ് ആയിട്ട് നമ്മൾ റെവലേഷൻ്റെ ചാപ്റ്റർ വായിച്ചപ്പോൾ ഡാനിയേലിൽ നമ്മൾ വായിച്ചത് about Antichrist.
he will choose to magnify himself. Chapter 11, number 37 number last week. That Antichrist in the spirit is he will choose to magnify himself. He has regard for no other God. And you know, രണ്ട് characters are here of what is it to be like Christ, and what is it to be to have the spirit of the Antichrist in my life? Am I no regard for God or His word, or am I neglecting God's word in any area of my life? അതല്ലാതെ എന്നെ തന്നെ ഉയർത്തി unwillingness to leave myself or the lead self on the altar, choosing to magnify myself about everything. അത് കൊച്ചു കൊച്ചു കാര്യങ്ങളിലും ആ സ്പിരിറ്റ് ഒരു ആന്റിക്രൈസ്റ്റ് സ്പിരിറ്റ് ഞാനുണ്ട്. ഇപ്പോൾ അർപ്പണറിയും if I don't do time any demands, I know I have no authority over, but I can scold him and tell him to be quiet. ആ ഒരു കൊച്ചു കാര്യത്തിൽ പോലും കഥാവ് എന്നെ കാണിച്ചെന്നൊരു കാര്യം ആ കുഞ്ഞ് ടൈമിന് വേണ്ടി നമ്മളോട് ചോദിക്കുമ്പോൾ ഇറ്റ് ഈസ് ഈസി ഫോർ മീ ടു കറക്റ്റ് ഹിം ബിക്കോസ് ഐ എം ബിഗർ ദാൻ ഹിം, ഐ ക്യാൻ കറക്റ്റ് ഹിം. ബട്ട് ആ ഒരു സ്മോൾ കാര്യത്തിൽ പോലും am I choosing to magnify myself above others, and am I choosing to keep myself on the altar? വേറൊരു കാര്യം ദൈവസഭയ്ക്ക് പറഞ്ഞ to reach the throne of God we have to go through the cross. കർത്താവിൻ്റെ ഓരോ വേഴ്സസിലും നമ്മൾ കാണുന്നത് through the cross God reached he was sitting on the throne of God on the right hand of God. It is very clear that if we don't choose to take up the cross, if we don't choose to put the self on the cross, then കർത്താവിനോട് ഇരിക്കാനുള്ളൊരു there is no way to reach God. There is no way to sit near to the Lord if I am not willing to carry the cross in my life. And I want to take that ആ ഒരു കാര്യം ഞാൻ സീരിയസ് ആയിട്ട് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. I don't want to magnify myself about anything. I don't want to disregard God's word or His God or His word. Our spirit ശരിക്കും ആന്റിക്രൈസ്റ്റിന്റെ സ്പിരിറ്റ് ആകുന്നത് ഞാൻ തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നു. I believe the Lord will help me to give Him the throne and not to take the throne in any area of my life.